കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്ത അവിണിശ്ശേരി പഞ്ചായത്തിൽ UDFന് അട്ടിമറി വിജയമാണ്. അട്ടിമറി എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോഴും UDFന് ആ വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. സുരേഷ് ഗോപി പഞ്ചായത്തിനെ ദത്തെടുത്തുന്നേ ഉള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ ഒപ്പം ഇതുവരെ നിന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി BJP കുത്തകയാക്കി വെച്ചിരുന്ന പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ റോസ്ലി ജോയ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പിൽ UDFനും BJPക്കും 7 വോട്ടുകൾ വീതം ലഭിച്ചതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തിയത്. 2 മെമ്പർമാരിലെ LDF വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെയാണ് ഇരു മുന്നണികളും തുല്യനിലയിലായത്. 2020 തെരഞ്ഞെടുപ്പിൽ UDFന് 3ഉം BJPക്ക് 6ഉം LDFന് 5ഉം സീറ്റുകളായിരുന്നു പഞ്ചായത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ UDFനും BJPയും 7 സീറ്റുകൾ വീതം നേടി കരുത്ത് തെളിയിച്ചു. LDFും UDFും ഒപ്പത്തിനൊപ്പമുള്ള വേലൂർ പഞ്ചായത്തിലാകട്ടെ നറുക്കെടുപ്പിലൂടെ UDFിലെ സ്വപ്ന രാമചന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. LDFും UDFും ഒപ്പത്തിനൊപ്പമുള്ള ഈ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ആ തെരഞ്ഞെടുപ്പുന്നത് മറ്റൊരു ചരിത്ര ജയം. LDFിലെ ശുഭ അനിൽകുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. വോട്ടെടുപ്പിൽ തുല്യത വന്നതോടെയാണ് നറുക്കെടുപ്പ് നടത്തിയത്. ആകെയുള്ള 19 സീറ്റിൽ 9 LDFും 9 UDFും 1 BJPയുമാണ് ഉണ്ടായത്. BJP അംഗം AG രഞ്ജി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ LDFന് 9 വോട്ട്, UDFന് 9 വോട്ട്. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. 2015ലും 20ലും LDF ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. സ്വപ്ന രാമചന്ദ്രൻ വിജയത്തോടെ ഭരണം കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സ്വപ്ന രാമചന്ദ്രൻ ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്.